ഇപ്പോൾ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ AK ഷാനിബ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷാനിബൊക്കെ അടക്കമുള്ളവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസുമായി യോജിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിന് പുറത്തേക്ക് വരികയും ഇടതുപക്ഷത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ പൊട്ടിമുളച്ചു വന്ന നേതാവ് ഇപ്പോൾ കേരളത്തിലുള്ളവർ പറയുന്നത്, കോൺഗ്രസിനുള്ളിൽ ഉള്ളവർ തന്നെ പറയുന്നത്, കർണാടകത്തിലെ ജനതാദളിൻ്റെ HD ദേവഗയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണയേക്കാൾ വലിയ അണ്ണനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള അന്യായങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്? അതിൽ ഭീഷണിയുണ്ട്, പീഡനമുണ്ട്, ബലാത്സംഗമുണ്ട്, വ്യാജ വോട്ടർ ID നിർമ്മാണമുണ്ട്. ഒരുപക്ഷെ ഒരു ക്രിമിനലിന് യോജിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ VD സതീശനും ഷാഫി പറമ്പിലും ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിന്ന് ജനങ്ങൾ വായിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടത്തിലെ മൂവർ സംഘം, അതിൽ ഷാഫി പറമ്പിലും VD സതീശനുമുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിലായി VD സതീശൻ സമ്മർദ്ദങ്ങൾക്കൊടുവിലായിരിക്കണം നിലപാട് മാറ്റി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളത്. ഈ പാർട്ടിയെ അടിമുടി ഇല്ലാതാക്കാൻ കഴിയുന്നതാണോ ഈ രാഹുൽ മാങ്കൂട്ടം ഉയർത്തിവിട്ട ഈ പീഡന പർവം? തീർച്ചയായും കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ ആയ ഒരാൾക്കും ഇതുപോലെ കേട്ട് ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ബീഹാറിൽ നിന്ന് മടങ്ങിയെത്തിയ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇവിടെ പരാതി ഉണ്ടോ, FIR ഉണ്ടോ എന്നെല്ലാം നിരന്തരം ചോദിക്കുകയാണ്. ഈ പരാതി പറഞ്ഞ പെൺകുട്ടികൾ ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലും ആ പെൺകുട്ടികളുടെ മൊറയിലിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയും ക്രൂരമായ പീഡനവും ക്രൂരമായ ഭീഷണിയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ആ പെൺകുട്ടികളെ വീണ്ടും വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആ പെൺകുട്ടികൾക്കെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറെ അപമാനകരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ ഒരു കാരണവശാലും എത്തിപ്പെടാൻ പാടില്ലാത്ത തരത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകളുടെയും ഒരു കൂടാരമായി കോൺഗ്രസിനെ മാറ്റിയത് ഈ മൂവർ സംഘമാണ്. ഞാൻ വിചാരിക്കുന്നു VD സതീശനെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം പറഞ്ഞ് പറ്റിച്ച് VD സതീശനെ പോലും ഇതുപോലെ ഒരു നാണം കെട്ട അവസ്ഥയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ഷാഫി പറമ്പിലിനുണ്ട്. ഇന്നിപ്പോ VD സതീശൻ കുറെ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹം കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയെങ്കിലും തന്നത്. പക്ഷെ ആ സൂചന തന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഷാഫി പറമ്പിൽ ഒരു രക്ഷകനെ പോലെ എത്തി, അയാൾ രാജിവെക്കേണ്ടതില്ല, അയാൾ പാർട്ടിയിൽ നിന്ന് മാറി, ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ നടത്തിയ കൊള്ളരുതായ്മകൾ, വ്യാജ ID കാർഡിന്റെ കഥകൾ, ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, ഇവർ നടത്തിയ അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടി ഒരു സൈക്കോപാത്തിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനലിനെ സഹായിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി, ഒരു പാർലമെന്റ് മെമ്പർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപമാനകരമാണ്. ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ടി വന്നു എന്നതിന്റെ പേരിൽ ആ കാലം ഓർത്ത് ഞാൻ അപമാനിക്കുന്നു. എന്നാൽ ഇപ്പോ അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന്റെ പേരിൽ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഞങ്ങൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ മുൻപും പരാതിയായി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഷാഫി പറമ്പിലിന്റെ അടുത്ത് ഷഹനാസ് MA എന്ന് പറയുന്ന ഒരു യുവതി നേരിട്ട് ഒരുപാട് തവണ ഒരു പരാതി പറഞ്ഞിരുന്നു. ആ പരാതിയിൽ പരിഹാരമുണ്ടാകാനാവാതെ അവസാനം എന്നോട് ആ യുവതി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പ്രതിപക്ഷ നേതാവിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയച്ചു. അവിടെ എത്തി പരാതി കൊടുത്ത് 2022 കൊടുത്ത പരാതിയാണ്. ഇതുവരെ ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ സ്ത്രീ പീഡകരെയും അതുപോലെ തന്നെ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നവരെയും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരെയും പ്രളയ ഫണ്ട് പോലും പുട്ടടിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ അനാശാസ്യം നടത്തുന്നവരെയും ഒക്കെ സഹായിക്കുന്ന, അവരെ വളർത്തുന്ന ഒരു വൃത്തികെട്ട സംവിധാനമായി ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. എത്രയോ മഹാന്മാരായ ആളുകൾ ഇരുന്ന കസേരയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം. എത്രയോ മഹാന്മാരായ നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയി, ജനപ്രതിനിധിയായി, MP ആയി ഇവർ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ളത് ആകെ ഏതാനും ചില
പെൺകുട്ടികൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ളത്. എന്നാൽ ഒരു MLA ആയി പ്രവർത്തിക്കുമ്പോൾ ധാരാളം സ്ത്രീകളുമായി ഇടപെടേണ്ടി വരും. സ്ത്രീകളുടെ പരാതികൾ കേൾക്കേണ്ടി വരും. അവരുടെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ, വീട്ടമ്മമാർ ഉൾപ്പെടെ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് MLA ഓഫീസിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു MLA ഓഫീസിൽ ഒരാളെ ഇരുത്തിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയില്ലേ, അതൊരു വലിയ കാര്യമല്ലേ എന്ന് പറയാൻ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾക്ക് ഉളുപ്പില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും അപമാനിച്ച് തല താഴ്ത്തി ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർക്കും നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്, VD സതീശനും ഷാഫി പറമ്പിലുമാണ്. VD സതീശൻ ഇന്നലെയൊക്കെയായി അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടും ആ മാറ്റത്തിനനുസരിച്ച് നിലപാട് മാറ്റാൻ ഷാഫി പറമ്പിൽ തയ്യാറാകാത്തത് ഇവർ നടത്തിയ കൂട്ടുകച്ചവടത്തിന്റെ തെളിവുകൾ പുറത്തു വരും എന്നതുകൊണ്ടാണ്. അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള പ്രതികരണങ്ങൾ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അദ്ദേഹം പറയുന്നു പരാതിയുടെ പരിസരം എന്നൊക്കെ പറയുന്നു. പരാതിയുടെ പരിസരത്തിൽ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുകയാണ്. പരാതിയുടെ പരിസരമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ പാലക്കാട് പരിസരത്ത് MLA ആണെന്ന് പറഞ്ഞ് ഇയാൾ കാലുകുത്തിയാൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും. അത് ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമല്ല, ജനങ്ങളുടെ പ്രതികരണം. ഷാനു പറഞ്ഞു തന്നെയാണ്. രാവിലെ ഈ ഷാഫി ഒരുപാട് തവണ ആവർത്തിച്ചതാണ് പരാതിയുടെ പരിസരം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതാണ് ശരി. പാലക്കാട്ടുകാർ പറയുന്നത് പരാതിയുടെ പരിസരം അവിടെ നിൽക്കട്ടെ, പാലക്കാട് പരിസരത്തിന് കണ്ടുപോകരുതെന്നാണ്. വളരെ നന്ദി ഷാനിബ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.